മിക്കവാറും ആളുകൾ വെറും 12-15 തരം സസ്യങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇത് മനുഷ്യജീവൻ നിലനിർത്താൻ ഇത്രയും മാത്രം വൈവിധ്യം ഒട്ടും മതിയാകില്ല. ഭക്ഷണത്തിൽ വെറും 1% മായം ചേർത്താൽ തന്നെ അവർക്ക് കോടികൾ സമ്പാദിക്കാം. ഇതൊക്കെ വളരെ അപകടകരമായ കാര്യങ്ങളാണ്. ദിവസവും നമ്മളിത് കഴിക്കുകയാണെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ഭക്ഷണം കഴിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ മാത്രം നമ്മുടെ ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഏറെ മെച്ചപ്പെടും. മുയലുകൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണം നൽകി പരീക്ഷിച്ചു. ഒരു കൂട്ടം മുയലുകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായി. ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ അവരെ ഒട്ടും ബാധിച്ചില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഭക്ഷ്യ സംസ്കരണത്തിലേക്ക് വലിയ രീതിയിൽ മാറിക്കഴിഞ്ഞു. ഇന്ത്യയും ഇപ്പോൾ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾക്കായി വലിയ ചുവടുവെപ്പുകൾ നടത്തുകയാണ്. കാരണം ഭക്ഷണം വേഗത്തിൽ കേടാകുന്ന ഒന്നാണ്. നാളെ ഉപയോഗത്തിനായി ആളുകൾക്ക് അത് സൂക്ഷിച്ചു വെക്കണം. അതുകൊണ്ട് ഒരു നയം എന്ന നിലയിലും ജീവിത രീതി എന്ന നിലയിലും സാമൂഹിക ബോധം എന്ന നിലയിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് ഭക്ഷണം അതിൻ്റെ ഏറ്റവും ഫ്രഷായ അവസ്ഥയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ മറ്റു മാർഗങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ, അങ്ങനെയൊന്ന് സാധ്യമല്ലാത്ത ഇടങ്ങളിൽ സംസ്കരിച്ച ഭക്ഷണങ്ങളും ശീതീകരിച്ച ഭക്ഷണങ്ങളുമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ദിവസവും നമ്മൾ ഇതുതന്നെയാണ് കഴിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. യോഗശാസ്ത്രപ്രകാരം ഇത് എപ്പോഴും ഇങ്ങനെയാണ്. നിങ്ങളൊരു പച്ചക്കറി കഴിക്കുമ്പോൾ അത് അന്നേ ദിവസം തന്നെ ചെടിയിൽ നിന്നും പറിച്ചെടുത്തതായിരിക്കണം. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകം ചെയ്യണം. പാകം ചെയ്തു കഴിഞ്ഞ് 90 മിനിറ്റിനുള്ളിൽ തന്നെ അത് കഴിച്ചിരിക്കണം. ഒരിക്കലും പഴകിയ ഭക്ഷണം കഴിക്കരുത്. കാരണം ആഹാരം എന്നത് ജീവനുള്ള ഒന്നാണ്. ഇതിന് ജീവനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് നമ്മളെ നിലനിർത്തുന്നത്? ഇത് വെറുമൊരു വസ്തുവല്ല, നമ്മുടെ ജീവനെ നിർമ്മിക്കുന്ന അടിത്തറ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം മാറ്റം ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കോ മരണത്തിൽ നിന്ന് പുതിയ ജീവനിലേക്കോ ഉള്ളതാണ്. ഇത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ജീവിതമെന്ന് നമ്മൾ വിളിക്കുന്ന ഈ പ്രക്രിയ ജനന മരണങ്ങളുടെ ഒരു ചക്രമാണ്. നമ്മൾ ജീവിതത്തെ ഒരു ചലനാത്മകമായ പ്രക്രിയയായി കാണുന്നു. മരണമെന്നതൊരു മന്ദതയാണ്. ഒരാളിപ്പോൾ അനക്കമില്ലാതെ ഇരിക്കുന്നു എന്ന് കരുതുക. നമ്മൾ അവരെ ഒന്ന് തോണ്ടുമ്പോൾ അവർ എഴുന്നേറ്റാൽ നമ്മൾ പറയും അവർ ഉറങ്ങുകയായിരുന്നുവെന്ന്. എന്നാൽ അവർ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ, മെഡിക്കൽ സഹായത്തോടെ പിന്നീട് എഴുന്നേറ്റാൽ അവർ ബോധരഹിതനായിരുന്നുവെന്നോ കോമയിൽ ആയിരുന്നു എന്നോ നമ്മൾ പറയും. പക്ഷേ അനക്കമില്ലാതെ കിടക്കുന്ന ഒരാളെ നമ്മൾ എന്തു ചെയ്തിട്ടും അവർ തിരിച്ചു വരുന്നില്ല എങ്കിൽ അവർ മരിച്ചുവെന്ന് നമ്മൾ പറയും. അതായത് മരണമെന്നത് ഒരു മന്ദതയാണ്. ചലനാത്മകതയും മന്ദതയും തമ്മിലുള്ള യുദ്ധമാണ് ജീവിതത്തിൽ ഉടനീളം നടക്കുന്നത്. ഈ മന്ദതയെ നമ്മൾ തമസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭക്ഷണം തയ്യാറാക്കിയതിനു ശേഷം, പ്രത്യേകിച്ച് പാകം ചെയ്ത ഭക്ഷണം കുറേ നേരം കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ മന്ദത ഏറുന്നു. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ അളവ് കൂടിയേക്കാം. അതായത് നിങ്ങൾ കൂടുതൽ നേരം ഉറങ്ങിയേക്കാം. കൂടുതൽ ഉറങ്ങുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. തീർച്ചയായും. കാരണം നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഉറങ്ങിയാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. പക്ഷെ നിങ്ങൾക്കൊരു ജീവിതമുണ്ടാകില്ല. ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. 8 മണിക്കൂർ ഉറങ്ങുക എന്നാൽ ആരോഗ്യവാനായിരിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ 1/3 സമയം നമ്മൾ ഉറങ്ങണം. ഒരു യന്ത്രത്തിന് ഇത്രയധികം സർവീസിംഗ് ആവശ്യമാണെന്ന് വന്നാൽ അത് അത്ര നല്ല ക്വാളിറ്റിയിലുള്ള ഒരു യന്ത്രമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലിനമാണ് എന്നതാണ്. മലിനമാണെന്ന് പറയുമ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം വിഷം ചേർത്തു എന്ന് മാത്രമല്ല, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ട പോഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ടുകൂടിയാണ് അത് മോശമാകുന്നത്. മിക്കവാറും ആളുകൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണത്തിന് 1, 2, 3 മാസത്തെ പഴക്കമുണ്ടാകും. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് വീണ്ടും കുറേ നാൾ അവിടെ ഇരിക്കും. ഇന്ന് ഇത് തെളിയിക്കുന്ന ധാരാളം പഠനങ്ങളുണ്ട്. ഫ്രഷായ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇതാണ്. സംസ്കരിച്ച ഭക്ഷണവും പഴകിയ ഭക്ഷണവും ജഡത്വം കൈവന്ന ഭക്ഷണവും ഒക്കെ കഴിക്കുന്നത് മലബന്ധത്തിന് കാരണമാകും. പല സർവകലാശാലകളും ഇന്ന് ഈ പഠനം നടത്തുന്നുണ്ട്. മലബന്ധവും ബുദ്ധിശക്തിയും ഒക്കെ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ന് ചില ഡോക്ടർമാരും
ചില പ്രസിദ്ധീകരണങ്ങളും പറയുന്നത് എല്ലാ ദിവസവും വയർ ശൂന്യമാക്കണം എന്ന ആ പഴയ വിക്ടോറിയൻ രീതിയുടെ ആവശ്യമില്ല എന്നാണ്. ആഴ്ചയിൽ 1-2 തവണ വയറ്റിൽ നിന്ന് പോയാൽ മതിയെന്നാണ് അവർ പറയുന്നത്. ആഴ്ചയിൽ 1-2 തവണ മതിയത്രേ. ഇതൊക്കെ പറയുന്നത് വലിയ അപകടമാണ്. ഇത് കേട്ട് നമ്മൾ മരിക്കില്ലായിരിക്കാം. പക്ഷേ ശരീരത്തിൽ മാലിന്യങ്ങൾ ഒരുപാട് നേരം ഇരുന്നാൽ അത് ശരീരത്തെ മുഴുവൻ ബാധിക്കും. സംസ്കരിച്ച ഭക്ഷണങ്ങളും കൂടുതൽ അളവിൽ മാംസമൊക്കെ കഴിക്കുന്നത് നിങ്ങൾക്ക് മലബന്ധത്തിന് കാരണമാകും. ഇന്ന് ലോകം പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 50-60 വയസ്സ് പിന്നിട്ട ആളുകളിൽ ചിന്താശേഷി കുറഞ്ഞു വരുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മൾ കഴിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ മതി. കോശങ്ങൾ ഉത്തേജിപ്പിക്കാനും ന്യൂറോണുകളുടെ പുനരുജ്ജീവനവും പിന്നെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഇതുമൂലം തേയ്മാനം കുറയ്ക്കാനും സാധിക്കും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു നിശ്ചിത ജീവനും സത്വഗുണവും ഉള്ളതുകൊണ്ട് ശരീരത്തിന്റെ പുനരുജ്ജീവനം വേഗത്തിൽ നടക്കുന്നു. പാർക്കിൻസൺസ് അസുഖം വയറ്റിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറയാൻ ഇന്ന് ഒരുപാട് തെളിവുകളുണ്ട്. കൂടാതെ എൻട്രിക് നാഡീവ്യൂഹത്തോട്, അതായത് വയറ്റിലെ ആ ചെറിയ മസ്തിഷ്കത്തോട് ഏറ്റവും ആദ്യം പ്രതികരിക്കുന്നതിൽ സൂക്ഷ്മജീവികൾക്ക് വലിയൊരു പങ്കുണ്ട്. അൽഷിമേഴ്സ് രോഗത്തിന്റെ കാര്യമെടുത്താലും ഇതുപോലെ തന്നെ സങ്കീർണമാണ് കാര്യങ്ങൾ. നമ്മുടെ കുടലും അതിലെ സൂക്ഷ്മജീവികളും തമ്മിലുള്ള ഈ ബന്ധത്തിന് ഇന്ന് കൃത്യമായ തെളിവുകളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹചര്യവും ഒക്കെ വരും വർഷങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്ന വലിയ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രായമാകുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ദീർഘകാല നാഡീക്ഷയ രോഗങ്ങളുടെ നിരക്കും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിൽ കാര്യമായി നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതും വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. അമേരിക്കയിലെ ചില സർവകലാശാലകളിൽ നടത്തിയ പഠനങ്ങളിൽ ഇത് തെളിയിക്കുന്നുണ്ട്. 80കളുടെ മധ്യത്തിൽ മുയലുകളിൽ നടത്തിയ ഒരു പഠനത്തിൽ അവയ്ക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണം നൽകുകയുണ്ടായി. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അവയ്ക്കുണ്ടാകുമോ എന്ന് അവർക്ക് അറിയണമായിരുന്നു. അവർ പരിശോധിച്ചപ്പോൾ ഒരു കൂട്ടം മുയലുകൾക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ മുയലുകളെക്കുറിച്ച് അവർ വീണ്ടും പഠിക്കാൻ തുടങ്ങി. ജനിതകമായും മറ്റെല്ലാ രീതിയിലും അവയും മറ്റു മുയലുകളും ഒരുപോലെയായിരുന്നു. എങ്കിലും അവർ ഈ അസുഖം ബാധിച്ചില്ല. ആ മുയലുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ആൾ അവരോട് സംസാരിക്കുകയും അവരെ ലാളിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അയാൾ ആ മുയലുകൾക്ക് ഭക്ഷണം നൽകിയത്. അതുകൊണ്ട് ആ മുയലുകൾ വളരെ വളരെ സന്തോഷത്തിലായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അവർ സന്തോഷത്തിലായിരുന്നതുകൊണ്ട് ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ അവരെ ബാധിച്ചില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആഹാരത്തോടുള്ള നമ്മുടെ സമീപനം പ്രധാനമാണ്. കാരണം ഈ ശരീരത്തെ മുഴുവൻ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ബുദ്ധിശക്തി നമ്മൾക്കുള്ളിലുണ്ട്. ഈ ശരീരവും ബുദ്ധിയുമൊക്കെ ഉള്ളിൽ നിന്നാണ് ഉണ്ടായത്. നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ ശരീരവും ബുദ്ധിയുമായി മാറുന്നത്. നമുക്കുള്ളിലെ ബുദ്ധിശക്തിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതും ആ കാഴ്ചപ്പാടോടെ എല്ലാത്തിനെ സമീപിക്കുന്നതും വലിയ മാറ്റങ്ങളുണ്ടാക്കും. അതുകൊണ്ട് എന്ത് ഭക്ഷണം കഴിക്കുന്നു, എവിടെയിരുന്ന് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, കഴിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് എന്നതൊക്കെ ആഹാരത്തെ ബാധിക്കുന്നു. ചില കാര്യങ്ങൾ മാത്രമേ നിയമങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റൂ എന്നെനിക്കറിയാം. ബാക്കിയൊക്കെ നമ്മുടെ ബോധത്തിൽ നിന്നാണ് വരേണ്ടത്. പക്ഷേ നിയമങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് വൻകിട ഏജൻസികളാണ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏജൻസികൾ എന്ന് പറയുമ്പോൾ വലിയ ബിസിനസ് ഗ്രൂപ്പുകളെക്കുറിച്ചും വാണിജ്യ സ്ഥാപനങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അവിടെ ഭക്ഷണത്തിൽ 1% മായം ചേർത്താൽ തന്നെ കോടികൾ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുകളാണ് ഇന്നുള്ളത്. അത്തരമൊരു സാധ്യത ഉള്ളപ്പോൾ പലതരത്തിൽ മായം ചേർക്കാൻ അവർ എപ്പോഴും ശ്രമിക്കും. ഭക്ഷണത്തിൻ്റെ പഴക്കം കൂട്ടിയും ശീതീകരിച്ചും അല്ലെങ്കിൽ ശരിക്കും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്തും അവർ അത് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാന കാര്യം ഭക്ഷണത്തിൻ്റെ ഉറവിടത്തിൽ തന്നെ മായം ചേരുന്നുണ്ട് എന്നതാണ്. നമ്മൾ ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തേ മതിയാകൂ. ഉൽപാദന തലത്തിൽ മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഉൽപാദന തലത്തിൽ മാത്രമല്ല, അടിസ്ഥാന ഉൽപാദന തലത്തിൽ പോലും, അതായത് മണ്ണ് തന്നെ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മുടെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടത്തെ തന്നെ പല വിധത്തിൽ മലിനമാക്കാനോ അല്ലെങ്കിൽ പല വിധത്തിൽ നശിപ്പിക്കാനോ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ലോകം എത്തി നിൽക്കുമ്പോൾ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിയന്ത്രണങ്ങളിൽ തീർച്ചയായും ഉൽപാദന രീതിയെയും ഉൽപാദന മാർഗങ്ങളെയും ഉൽപാദനത്തിന്റെ ഉറവിടത്തെയും പരിഗണിക്കേണ്ട ഒരു സമയം വന്നിരിക്കുന്നു. ഇവയെല്ലാം ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷകമൂല്യം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരു വിപണി അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയായതുകൊണ്ട് വാണിജ്യ ശക്തികളാണ് നമ്മളെ ഭരിക്കുന്നത്. ഇക്കാരണത്താൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സസ്യങ്ങളിലെ വൈവിധ്യങ്ങളുടെ എണ്ണം വെറും 12 മുതൽ 15 ഇനങ്ങളായി ചുരുങ്ങിയിരിക്കുന്നു. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ 200-നും 230-നും ഇടയിൽ സസ്യ ഇനങ്ങളെ ഭക്ഷിച്ചിരുന്നു. ഇന്ന് ജനസംഖ്യയുടെ വലിയൊരു വിഭാഗവും ഭൂരിഭാഗം ജനങ്ങളും 12 മുതൽ 15 വരെയുള്ള സസ്യയിനങ്ങൾ മാത്രമാണ് ഭക്ഷിക്കുന്നത്. ഈ വൈവിധ്യം മനുഷ്യജീവിതം നിലനിർത്താൻ പര്യാപ്തമല്ല. സപ്ലിമെന്റുകളില്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം കഴിക്കുന്ന ഭക്ഷണം പോരാ. ശരിയാണ്, അതിൻ്റെ ഒരു വശം സത്യമാണ്. നിർഭാഗ്യവശാൽ നാം കഴിക്കുന്ന ഭക്ഷണം പോരാ. കാരണം മണ്ണ് അത്ര നല്ലതല്ല. മണ്ണ് നല്ലതല്ലതാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മണ്ണ്, ഭക്ഷണം, ശരീരം എന്നിവ ഒരേ കാര്യത്തിൻ്റെ 3 വകഭേദങ്ങളാണ്. അവ വ്യത്യസ്തമല്ല. അതിനാൽ ഫുഡ് റെഗുലേറ്റർമാർ റെഗുലേഷന്റെ പരിധി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധവാന്മാരാകാൻ മനുഷ്യന്റെ ബോധ നിലവാരം ഉയർത്തുകയും വേണം. അങ്ങനെ നിയന്ത്രണത്തെക്കാൾ ഉപരിയായി വിപണി ബോധമുള്ളതാവുകയാണെങ്കിൽ അത് പല വിധത്തിൽ ഉൽപാദന യൂണിറ്റുകളെ സ്വാഭാവികമായും നിയന്ത്രിക്കും. ശരിയായി ഉൽപ്പാദിപ്പിക്കാത്തതോ നല്ല ഗുണനിലവാരമില്ലാത്തതോ ആയ ഉൽപ്പന്നങ്ങളെ അങ്ങനെ വിപണി നിരസിക്കും. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നിയന്ത്രണം എന്നത് വെറും നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുന്നതിൽ മാത്രം ഒതുങ്ങരുത്. അത് വലിയ തോതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലേക്ക് കൂടി നീങ്ങണം. ജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാകണം. അങ്ങനെ വിപണിയുടെ ഭാഗത്തു നിന്നും ഉപഭോക്താവിൻ്റെ ഭാഗത്തു നിന്നും കൂടി നിയന്ത്രണം സാധ്യമാകും.